അതുപോലെ പുതിയ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ പ്ലാനിലുണ്ട്. KSF ഇവൻ്റ് എങ്ങനെ ദ റിയൽ ചേഞ്ച് മേക്കറായി, അത് പറയുന്നതിന് മുമ്പ് എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനൊരു വീഡിയോ വ്ളോഗ് പരിപാടി നോക്കുന്നത്. എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ നോക്കിയാൽ കാണാം അതിൽ ഫുള്ള് വോയിസ് ഓവർ ആണെന്നുള്ളത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വീഡിയോസ് ആണെങ്കിലോ ഫുള്ള് ലൂപ്പടിച്ച് പോകുന്ന വീഡിയോസാണ്. അത് ഒന്നാമത് അൺപ്ലാൻഡ് സംഭവമാണ്. അത് ഒരു പ്ലാനിങ്ങും ഇല്ല. ഞാൻ ജസ്റ്റ് KSFൻ്റെ ഇവൻ്റ് അറ്റൻഡ് ചെയ്യുന്നു, അവിടെയുള്ള പരിപാടികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നു, നമുക്ക് കുറച്ച് അറിവുകൾ നേടാൻ ആ രീതിയിൽ പോയതാണ്. അപ്പോൾ അവിടുന്ന് കുറച്ച് എന്താണ് വീഡിയോ ഷൂട്ട് കുറച്ചെടുത്ത് നമുക്ക് സ്റ്റോറി മെൻഷൻ ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ എടുത്ത ക്ലിപ്സാണത്. ഇതൊക്കെ പിന്നെ പ്ലാൻ ആവുന്നത് എപ്പോഴാണ്, ഈ ഇവൻ്റ് 2 ദിവസത്തെ ഇവൻ്റ് കഴിഞ്ഞ് വീട്ടിലെത്തി ഒരു 1 വീക്കെങ്കിലും ഞാൻ ഇതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടാവും ഇങ്ങനെ തുടങ്ങിയാലാന്നുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു വോയിസ് ഓവർ കൊടുത്തിട്ടുള്ള വീഡിയോസാണ് സ്റ്റാർട്ട് ചെയ്തതാണ്. കാരണം എനിക്ക് വോയിസ് ഇട്ട് വീഡിയോ ചെയ്യേണ്ടതും ഇങ്ങനെ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യേണ്ടതൊക്കെ ഭയങ്കര ഒരു മടിയുള്ള കാര്യമാണ്. മടി മീൻസ് ചെയ്യാനുള്ള മടിയല്ല, ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രത്തോളം കാണുന്നവർക്ക് ഉൾക്കൊള്ളാൻ കഴിയും, ഞാൻ പറയുന്നത് മനസ്സിലാവുക, അങ്ങനെയുള്ള ചിന്താഗതിയൊക്കെ ഇങ്ങനെ അലട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ. ഇനി അങ്ങോട്ട് ഇതുപോലുള്ള വീഡിയോസും പരിപാടികളൊക്കെ ഉണ്ടാവും. പുതിയ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ പ്ലാനിലുണ്ട്. അപ്പോൾ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുക എന്തൊക്കെയാണെന്നുള്ളത്. താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ജേണിയുടെ ഭാഗമാകാനും നിങ്ങൾക്ക് സാധിക്കും.